ശ്ലീഹ ഏഴാം തിങ്കൾ. മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 4 മുതൽ 12 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. സ്നാപകന്റെ പ്രസംഗം. യേശുവിന് വഴിയൊരുക്കാൻ വന്ന സ്നാപകന്റെ രംഗപ്രവേശനമാണ് നാം ഇന്ന് വായിച്ച് ധ്യാനിക്കുന്നത്. മാനസാന്തരമാണ് സ്വർഗത്തിന്റെ സ്വഭാവമെന്നും പശ്ചാത്താപത്തിലും മനസ്സിന്റെ നവീകരണത്തിലും അധിഷ്ഠിതമായ ഒരു രാജ്യത്തെക്കുറിച്ചും നൂറ്റാണ്ടുകളായി മനുഷ്യൻ പ്രതീക്ഷിച്ചിരിക്കുന്ന രക്ഷകന്റെ ആഗമനത്തിന് സമയമായെന്നും വളരെ കർക്കശമായ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ടുമാണ് സ്നാപക യോഹന്നാൻ കടന്നുവരുന്നത്. മരുഭൂമിയിൽ നിന്ന് വന്നവന്റെ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രവും വെട്ടുക്കിളി മാത്രം ഭക്ഷണമായി കഴിച്ചിരുന്ന അവന്റെ പ്രാകൃതരൂപവും കണ്ണുകളിലെ ആഴവും ശബ്ദത്തിലെ ഗാംഭീര്യവുമൊക്കെ കേട്ട് കേൾവി മാത്രമായ ഒരു പ്രവാചകന്റെ സ്മരണയാണ് അവരിലുണർത്തിയത്. വിഭാഗീയത മറന്ന് എല്ലാത്തരം ആളുകളും അവനു ചുറ്റും ഓടിക്കൂടി ചോദിച്ചു, ഞങ്ങൾ എന്തു ചെയ്യണം? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നതിനാൽ മാനസാന്തരത്തിന് ഒരുക്കമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുക, ജ്ഞാനസ്നാനം സ്വീകരിക്കുക. എന്നാൽ താൻ നൽകുന്ന ജലം കൊണ്ടുള്ള ജ്ഞാനസ്നാനം താൽക്കാലികമാണെന്നും ആത്മാവ് കൊണ്ടുള്ള യഥാർത്ഥ ജ്ഞാനസ്നാനം നൽകുന്നവൻ തൻ്റെ പിന്നാലെ വരുന്നുണ്ടെന്നും താൻ അവന് വഴിയൊരുക്കുന്ന മുന്നോടി മാത്രമാണെന്ന് യോഹന്നാൻ പ്രഖ്യാപിക്കുന്നു. യോഹന്നാനെ പോലെ സ്വയം നവീകരിക്കപ്പെട്ട് കണ്ടുമുട്ടുന്നവരെയൊക്കെ യേശുവിലേക്ക് ആകർഷിക്കുന്നവരാകാനാണ് നാമും വിളിക്കപ്പെട്ടിരിക്കുന്നത്.